ഇനിയെങ്കിലും പറയുന്നതൊന്നും മനസ്സിലാക്ക്. വെറുതെ വേണ്ടാത്തതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നല്ലത്. ശിവാനി, എത്ര എളുപ്പത്തിൽ എന്നെ സ്നേഹിക്കുന്നില്ല, എല്ലാം അങ്ങ് മറന്നേക്കെന്നൊക്കെ പറയുന്നേ. അത്രയ്ക്ക് ഈസിയായി മറന്നങ്ങ് പോവാനേ. ഞാൻ നിന്നെ ടൈം പാസിന് സ്നേഹിച്ചതല്ല. എന്റെ ബോസിനേക്കാൾ സീനിയർ തന്നെയാ ഞാൻ. നീ എന്ത് തന്നെ ചെയ്താലും ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കില്ല. തൃശൂർ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തെ? മനസ്സിലാവാത്തതൊക്കെ നിനക്കാ. എനിക്ക് നിന്നോട് ഒരുതരം ഭ്രാന്താ. വേറെ എവിടെന്നോ ആരും ആ പ്രണയം പടച്ചു വിട്ടു എന്നുള്ളൊരു വല്ലാത്ത തോന്നലാ എനിക്ക്. ഇവൻ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? എന്റെ സ്നേഹം ആദിശേഷന് മാത്രമുള്ളതാ. അത് മറ്റാരുമല്ല, ത്രിവിക്രമാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഇവനോട് പറയും? ശിവാനി, നീ കരുതുന്നത് പോലെ ഞാൻ ശല്യപ്പെടുത്തി നിന്റെ പുറകെ നടക്കുന്നതല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ. അതൊന്ന് മനസ്സിലാക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ എന്തൊക്കെ ചെയ്താലും നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കില്ല, മനസ്സിലാക്കില്ല, മനസ്സിലാക്കില്ല. ഇവിടെ പോയി? ഇവിടെ കാണുന്നില്ല. നീ എന്ത് തന്നെ പറഞ്ഞാലും എന്റെ ഇഷ്ടം ഞാൻ മാറ്റിവെക്കാൻ പോകുന്നില്ല. ത്രിവിക്രമനെ വഞ്ചിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? തെറ്റല്ലേ അത്? അതെങ്ങനെ തെറ്റാവുന്നേ? കൊച്ചു മുതലാളിയേക്കാൾ മുൻപേ തന്നെ ഞാൻ നിന്നെ കണ്ടതല്ലേ. അയാളെക്കാളും മുൻപേ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴും അതുപോലെ ഇഷ്ടമുണ്ട്. അത് പറയാൻ ഞാൻ ശ്രമിച്ചതല്ലേ. പക്ഷെ എന്നെ നീ ശരിക്കും മനസ്സിലാക്കിയതേയില്ല. എല്ലാം അറിയുമെന്നായപ്പോ നീ താനെ അകന്നുപോയി. എനിക്കെന്തോ ഇതെല്ലാം ആരോ വേണമെന്ന് വെച്ച് ചെയ്ത പോലെ തോന്നുന്നേ. ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി സംസാരിക്കേണ്ട നീ. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, നിന്നോട് എനിക്ക് അടുപ്പം തോന്നിയിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോന്നേ? നീ ഇപ്പൊ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നീ ആദ്യം സ്നേഹിച്ചു തന്നെയല്ലേ. അപ്പൊ ന്യായമായിട്ട് സ്നേഹം കിട്ടേണ്ടത് എനിക്കാ. നിനക്ക് ഈ ജന്മത്തിൽ ബുദ്ധി ഉണ്ടാവില്ല. എല്ലാ ജന്മത്തിലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിലേ എനിക്ക് പിന്നെ ബുദ്ധിയുടെ ആവശ്യമില്ല. നിന്നെ ഞാൻ ശിവാനി, എന്നെ വിട്ടുപോകുന്ന കാര്യം അത്ര എളുപ്പമല്ല. തൃശൂർ, കൈവിട്. നീ ഇപ്പൊ പറയുന്നത് കേട്ടോ. കൊച്ചു മുതലാണ് നിന്നെ കല്യാണം കഴിക്കുന്നത് വരെ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഞാൻ. ഇതെനിക്ക് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. ഇതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ എന്നെ സ്നേഹിക്കുകയും ചെയ്യും, നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. എന്നെ വിടാനാ പറഞ്ഞ തൃശൂർ? വിടില്ല ശിവാനി. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ നിന്റെ കൈ ഞാൻ വിടില്ല. തൃശൂൽ, തെറ്റിദ്ധരിച്ചിരിക്കുക നിങ്ങൾ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. എനിക്ക് ചിലത് പറയാനുണ്ട്. എന്നെ വിടും. എങ്ങനെ തരും ശിവാനിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ? നിർത്ത് ബോസ്. ഇതെന്തൊരു പരീക്ഷണമാണ് മഹാദേവ. ഞാൻ ഇനിയും മിണ്ടാതിരുന്നാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കും. ഞാൻ കാരണം അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കും. ഇല്ല, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ത്രിവിക്രമനിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അത് തടഞ്ഞേ പറ്റൂ. ഇനി ഇവർ രണ്ടുപേരും ശാന്തരായിക്കോളും. പക്ഷേ ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ത്രിവിക്രം ഇനി എപ്പോൾ വേണമെങ്കിലും തൃശൂലിനെ ആക്രമിച്ചേക്കാം. അങ്ങനൊരു അവസരം ഇനി ഉണ്ടാവരുത്. ഇന്നലെ രാത്രി ഇരുവർക്കും ഇടയിൽ നടന്ന എല്ലാ സംഭവങ്ങളും ത്രിവിക്രമിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേ പറ്റൂ. വേറെ മാർഗമില്ല. ഇല്ല, തൃശൂലിന്റെ ഓർമ്മകളിൽ നിന്നും ഒന്നും തന്നെ ഞാൻ മായ്ക്കാൻ പാടില്ല. അവൻ ഇതെല്ലാം ഓർമ്മ ഉണ്ടായിരിക്കണം. എന്നാലേ അവൻ എന്റെ പിറകെ നടക്കുന്നത് നിർത്തും. എന്നോടുള്ള ഇഷ്ടവും അവൻ അവസാനിപ്പിക്കും. മുതലാളി, നന്ദീശ, നീ ഗുരുക്കളുടെ അടുത്ത് പോയിരുന്നോ? ഗുരുക്കള് ഗുഹയിലില്ല മുതലാളി. ഗുരുക്കൾ ഗുഹയിലില്ലെന്നോ?
അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് കാര്യങ്ങൾ ചോദിച്ചുകൂടായിരുന്നു. മുതലാളി, ശിഷ്യന്മാര് മാത്രമല്ല, അവിടെ ആരും തന്നെ ഇല്ല. എല്ലായിടത്തും ഞാൻ നോക്കി. അദ്ദേഹം കാര്യമില്ലാതെ അങ്ങനെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോവാറില്ല. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയാറുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോ പുറത്തു പോകുന്നതിനെ കുറിച്ചൊന്നും സൂചിപ്പിച്ചില്ല. എവിടെ പോയതായിരിക്കും? അതാ എനിക്കും മനസ്സിലാവാത്ത മുതലാളി. 2 ദിവസങ്ങൾക്കുള്ളിൽ എന്തോ സംഭവിക്കുമെന്നും അതിനുള്ള പരിഹാരം ചെയ്യണമെന്നും പറഞ്ഞില്ലേ? അത് നാളെ അവസാനിക്കും. അക്കാര്യത്തിന് വേണ്ടി എങ്ങാൻ ഗുരുക്കൾ പുറത്തു പോയതാണെങ്കിലും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദീശ. അത് 2 ദിവസത്തിനുള്ളിൽ ത്രിവിക്രമൻ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഗുഹയിൽ ഇല്ലാന്ന് പറയുമ്പോ ശരിക്കും കാര്യങ്ങൾ നേർവഴിക്ക് പോവോ അതോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുമെന്നോ എന്റെ പേടി. ആ സാംബശിവന്റെ പെരുമാറ്റത്തിലും എന്തൊക്കെ ഒരു ദുരൂഹത ഉള്ളത് പോലെ. അവൻ ത്രിവിക്രമനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലോടാ. നമ്മുടെ ഫാമിലി എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാ. പക്ഷേ ആ എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ, അന്നു മുതല് ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എനിക്കെന്ത് സംഭവിച്ചാലും അതൊക്കെ താങ്ങാനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷേ എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. മുതലാളി, മനസ്സ് വിഷമിപ്പിക്കാൻ മാത്രം ഒന്നുമില്ല. സമാധാനമായിട്ടിരിക്കും, എല്ലാം ശരിയായിക്കോളും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് നന്ദീശ. പക്ഷെ എത്ര കാലം? എന്റെ മുമ്പിലുള്ള ചോദ്യം അതൊന്നു മാത്രമാണ് നന്ദീശ. എത്ര കാലം? ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ള നന്ദീശ? മുതലാളി, തൃശൂൽ, ശിവാനി, നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് കുറെ നേരമായോ? ഇപ്പൊ സമയം എന്തായി? ഓ, 9 മണി കഴിഞ്ഞോ? ഒരുപാട് ലേറ്റ് ആയല്ലോ. ത്രിവിക്രം, ശ്രദ്ധിച്ച് പതുക്കെ. ശിവാനി, ഇനി എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും കുടിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഓവറായിപ്പോയി. ബോധമില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നോർമൽ ആയിരുന്നു. ഇല്ലില്ല, ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആരോ എന്നോട് എന്തോ പറഞ്ഞു. അത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ കാര്യം എന്താന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. തൃശൂൽ, പറയൂ കൊച്ചുമലയാളി. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എവിടെ പാർട്ടിക്ക് പോകുമ്പോഴും നീയല്ലേ എന്റെ കൂടെ ഉണ്ടാവാറുള്ളത്. ഞാൻ കൂടുതൽ കഴിക്കാറുള്ളപ്പോ നീ എന്നെ കൺട്രോൾ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തമില്ല. പറ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇന്നലെ എന്താ സംഭവിച്ചേ? അതായത് ബോസ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല നോർമൽ തന്നെയായിരുന്നു. ആണോ? പക്ഷേ ത്രിവിക്രം, അതങ്ങ് വിട്ടേക്ക്. ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേ. നമുക്ക് പോണ്ടല്ലേ, ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക്. സർപ്രൈസോ? എന്താ അത് പറയില്ല, പെട്ടെന്ന് റെഡിയാവും. ഓ, ജഗ്ഗിയാണോ? പറയണ ജഗ്ഗി, എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ബോസ്, ഈ ജഗ്ഗി ഒരു പ്രാവശ്യം കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റെടുത്ത കാര്യം തീരാതെ അതിൽ നിന്നും പിന്മാറില്ല. അപ്പോ
ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തെന്നോ? ചെയ്തു ബോസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പിന്നെ ആ തൃശ്ശൂരിന് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ചാൻസേ ഇല്ല ബോസ്. അവൻ കുടിച്ച് പൂസായിരുന്നപ്പോ പോയി കളക്ട് ചെയ്തതാ. അവന് മനസ്സിലായിട്ടില്ല, ഒരു സംശയവും തോന്നിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ബ്ലഡ് സാമ്പിൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ബോസ്? ആ ബ്ലഡ് സാമ്പിൾ ശിവ ഡയഗ്നോസിസ് കൊടുക്ക്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഓക്കെ ബോസ്, ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. ശരി, ബൈ. യെസ്, എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം മനസ്സിലാവും. അതിനുശേഷം യഥാർത്ഥ കളികളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. ദിഗ്വിജയ്, ഇന്നു മുതൽ നിനക്ക് ഷോക്കിനു മേൽ ഷോക്ക് വന്നുകൊണ്ടേയിരിക്കും. ശിവാനി, ഇന്നലെ രാത്രി എന്തൊക്കെയാ അവിടെ സംഭവിച്ചതെന്ന് താൻ എന്നോടൊന്ന് പറഞ്ഞു പ്ലീസ്. എന്റെ മൈൻഡിൽ എന്തൊക്കെയോ ഉണ്ട്. ഐ തിങ്ക് സംതിങ് ഈസ് റോങ്. എന്താ ബോസ് ഇത്? മാഡം ഇത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ചോദിക്കുന്നതിന് പകരം വെറുതെ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ എന്തിനാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എന്താ ആലോചിച്ച കുഴപ്പം? നിങ്ങൾക്ക് ഈ സർപ്രൈസ് ഇമ്പോർട്ടന്റ് അല്ലേ? അതുപോലെ ഇന്നലെ രാത്രി സംഭവിച്ചത് എനിക്ക് ഇമ്പോർട്ടന്റ് തന്നെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നാ. അങ്ങനെ ഒന്നുമില്ല ത്രിവിക്രം. നിന്നോട് ഞങ്ങൾ എന്ത് മറച്ചു വെക്കാനാ? ശരിയാ കൊച്ചു മുതലാളി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നേ. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്തിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഉറപ്പ് ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താ? ഡ്രിങ്ക്സ് കഴിച്ചിട്ട് നീ റൂമിലേക്ക് പോയി, അത്ര തന്നെ? നോ, അത് കഴിഞ്ഞ് തൃശ്ശൂർ ഒരു പാട്ട് പാടിയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഏത് പാട്ടായിരുന്നു അത്? പാട്ടോ? ഞാനങ്ങനെ പാട്ടൊന്നും പാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതെന്താ ഇത്? ത്രിവിക്രമൻ ഓരോന്നായിട്ട് ഓർമ്മ വരികയാണല്ലോ. ഇല്ല, അതിനെ കുറിച്ച് ഇവൻ ഇനി ഓർക്കാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇവന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കണം. ഹേയ് തൃശ്ശൂർ, ഇന്നലെ നീ ഈ സോങ്ങിലെ പാടിയത്? ഈ സമയത്ത് തന്നെ ഈ പാട്ട് എങ്ങനെയാ വന്നത്? എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ? ഈ സോങ് ആയിരുന്നില്ലേ? ഈ പാട്ട് തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് ആ ഓർമ്മയില്ലാത്തത്. ശരി, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതിലെന്താ പറയാനിരിക്കുന്നത്? പാട്ടിന് നീ ഡാൻസ് ചെയ്തു, അത്ര തന്നെ. ഞാൻ ഡാൻസ് കളിച്ചെന്നാ? പറഞ്ഞ ശരിയാ ബോസ്. ഇന്നലെ രാത്രി ബോസ് എന്തുമാത്രം സന്തോഷത്തിലായിരുന്നറിയോ? അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആണോ? എന്തോ എനിക്കത് ഓർമ്മ കിട്ടുന്നേ ഇല്ല. ത്രിവിക്രമന്റെ മേലെ എന്റെ ശക്തി പ്രയോഗിച്ചിട്ടും ഓരോന്നായിട്ട് അവൻ ഓർത്തെടുക്കുകയാണല്ലോ. അതെന്താ അങ്ങനെ? എന്റെ ശക്തിയേക്കാൾ അവന്റെ ഓർമ്മശക്തി കൂടുതലാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവൻ ആദിശേഷനെ കുറിച്ചുള്ള ഓർമ്മകൾ വരേണ്ടതാണല്ലോ. അതെന്താ ഇല്ലാത്തത്? ശിവാനി, താൻ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. ത്രിവിക്രം, ഇതെവിടെ നിർത്തിക്കോ? നിർത്ത്. ഇവിടെ എന്താ ശിവാനി? കൊച്ചുമുതലാളി, ശിവാനിക്ക് പച്ചപ്പ് കണ്ട ഭയങ്കര ഭ്രാന്ത. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിർത്താൻ പറഞ്ഞു. ഓ റിയലി? അത് നിനക്ക് മനസ്സിലാവും. വാ. മഹാമായി, ഇതെന്താണ്? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പോകുന്നത്. എവിടേക്കായിരിക്കും ഈ പോകുന്നത്? അറിയില്ല ഗരുഡ. വാ, നമുക്ക് അവരുടെ പുറകെ പോകാം. എത്ര നല്ലൊരു അവസരമാണിത്. രണ്ടുപേരും ഒരു കുടക്കീഴിൽ എന്ന പോലെ നമുക്ക് മന്ത്രം പ്രയോഗിക്കാൻ പറ്റിയ സമയം. ഇവർ രണ്ടുപേരിൽ ആദിശേഷൻ ആരാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തിന് കാത്തിരിക്കണം മഹാമായി? ആ മന്ത്രം അങ്ങ് പ്രയോഗിക്ക്. അതിനുള്ള സമയമായിട്ടില്ല ഗരുഡ. ആദിശേഷൻ ജനിച്ച സമയത്ത് തന്നെ മന്ത്രം പ്രയോഗിക്കണം. ആ സമയം എപ്പോഴാണ് മഹാമായി? ഇനി കേവലം 10 മിനിറ്റ് മാത്രം ഗരുഡ. അതുവരെ നമ്മൾ അവരെ പിന്തുടർന്നേ പറ്റൂ. വാ.
ശിവാനി, ഈ സ്ഥലം വളരെ മനോഹരമായിരിക്കുന്നു. റിയലി അമേസിംഗ്. അതെ മാഡം, നല്ല അടിപൊളി സ്ഥലം തന്നെ. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ സ്ഥലം കണ്ടിട്ടേ ഇല്ല. താങ്ക് യു ശിവാനി, താൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സ്ഥലം കണ്ടിട്ടേ ഇല്ല. ത്രിവിക്രം, നീ കണ്ട് സന്തോഷിക്കേണ്ട സ്ഥലം ഇതല്ല, അതിനിയും ദൂരെ. ശിവാനി, ഈ സ്ഥലം കാണുമ്പോ തന്റെ കൂടെ ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചാലെന്ന് തോന്നുന്നു. ത്രിവിക്രം, മുന്നോട്ട് ഇതിലും നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. വാ, നമുക്ക് പോവാം. ഓക്കെ. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി. ആഹാ, കാണുന്നില്ല. ഇവരോട് പോയി. ശിവാനി, താൻ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? നമ്മൾ കുറെ നേരമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട്. നീ നേരിട്ട് കാണാൻ പോവല്ലേ, അപ്പൊ നിനക്ക് മനസ്സിലാകും. വാ. ശിവാനി, ഇതേതേ സ്ഥലം? ഇവിടുത്തെ ഈ മരങ്ങളും പ്രകൃതിയൊക്കെ കാണുമ്പോ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ള പോലെ തോന്നുന്നു. എന്താ പറഞ്ഞ? ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടെന്നോ? മുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അല്ല ത്രിവിക്രം, നീ ശരിക്കും ആലോചിച്ച് നോക്ക്. ഈ സ്ഥലം നിനക്ക് നന്നായിട്ട് അറിയാം. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ത്രിവിക്രം, നീ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓടി നടന്നിട്ടുണ്ട്. കുറെ സമയം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ത്രിവിക്രം. വാട്ട് ഈസ് ദിസ് ശിവാനി? ഞാൻ ഈ ഭാഗത്തൊന്നും വന്നിട്ടേ ഇല്ല. കാണാത്ത സ്ഥലം ഓർത്തെടുക്കാൻ പറഞ്ഞ അതെങ്ങനെ സാധിക്കുക? നീ ഇങ്ങോട്ട് വരാതെ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാൻ ഒരു സാധ്യതയുമില്ല. ശിവാനി, ഇറ്റ്സ് ഹാപ്പൻ. ചിലപ്പോ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങള് കണ്ട പോലെ തോന്നാറില്ല നമുക്ക്. അതിനെന്തോ ഒരു പേരുണ്ടല്ലോ. ഭ്രമം. ആ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഭ്രമം. അല്ലല്ല, ഇതങ്ങനെയൊന്നും അല്ല. നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക് ത്രിവിക്രം. ശിവാനി, താൻ എന്താ ഈ പറയുന്നത്? എനിക്ക് വേറൊന്നും ഓർമ്മ വരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഭാഗത്തൊക്കെ ആദ്യമായിട്ട് തന്നെ വരുന്നേ. പിന്നെ ഞാൻ എങ്ങനെ ഓർത്തെടുക്കുക? ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നാഗവനത്തെ കുറിച്ച് ഇവൻ അറിയില്ലെന്നാണോ പറയുന്നത്? അതായത് കഴിഞ്ഞ ജന്മത്തെ ഓർമ്മകളൊന്നും ഇവനില്ല. മഹാദേവ, എന്താ ഇങ്ങനെ? ശിവാനി, തനിക്ക് എന്താ പറ്റിയ? എന്താ ഡള്ളായിരിക്കുന്നത്? അതൊന്നുമില്ല. ഇല്ല, ഈ ത്രിവിക്രമൻ ആദിശേഷന്റെ ഓർമ്മകൾ വരണം. ഇപ്പൊ തന്നെ ഇവനെ നാഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോണം. അവിടെ ചെന്ന എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും.